ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. മെയ് 20 നടക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 8086 മൈക്രോ പ്രോസസർ ഭാഗത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും അറിയാലോ, ഈ ഒരു എക്സാം ഡേറ്റ് വരുന്നത് മെയ് 20. അപ്പൊ ഈ ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. മാർച്ച് 18 ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഇന്റൽ 8086 ഈസ് എ മൈക്രോ പ്രോസസർ. 8 ബിറ്റ് ആണോ, 16 ബിറ്റ് ആണോ, 32 ബിറ്റ് ആണോ, 64 ബിറ്റ് ആണോ? ഇന്റൽ 8086 എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് മൈക്രോ പ്രോസസർ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി 16 ബിറ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ആൻസർ 16 ബിറ്റ് ആണ്. ഇന്റൽ 8086 എന്ന് പറയുന്ന ഒരു 16 ബിറ്റ് മൈക്രോ പ്രോസസർ ആണ്. അതിന് അറ്റ് എ ടൈം 16 ബിറ്റ് ഡേറ്റ പ്രോസസ് ചെയ്യാൻ സാധിക്കും. 20 ബിറ്റ് അഡ്രസ് ബസ്സും മാക്സിമം മെമ്മറി എന്ന് പറയുന്നത് 1 MB ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം മെമ്മറി ദാറ്റ് ക്യാൻ ബി അഡ്രസ്ഡ് ബൈ 8086. 8086ന് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മെമ്മറി സൈസ് എത്രയാണ്? 64 KB ആണോ, 128 KB ആണോ, 1 MB ആണോ, 4 MB ആണോ? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി 1 MB ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. 8086ന് 20 ബിറ്റ് അഡ്രസ് ബസ് ആണ് വരുന്നത്. 8086ന് 20 ബിറ്റ് അഡ്രസ് ബസ് ആണെങ്കിൽ അതിന്റെ മാക്സിമം മെമ്മറി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 2 raised to 20 ആണ്, വിച്ച് ഈസ് ഈക്വലന്റ് ടു 1 MB ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി 1 MB ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കടക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്, വിച്ച് യൂണിറ്റ് ഓഫ് ദ 8086 ജനറേറ്റ് ഫിസിക്കൽ അഡ്രസ്? 8086ന്റെ ഏത് യൂണിറ്റ് ആണ് ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എക്സിക്യൂഷൻ യൂണിറ്റ്, ദെൻ ബസ് ഇന്റർഫേസ് യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് കൺട്രോൾ യൂണിറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് യൂണിറ്റ് ഓഫ് ദ 8086 ജനറേറ്റ് ഫിസിക്കൽ അഡ്രസ്? 8086ന്റെ ഏത് യൂണിറ്റ് ആണ് ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ബസ് ഇന്റർഫേസ് യൂണിറ്റ് ആണ് എന്ത് ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ബസ് ഇന്റർഫേസ് യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫിസിക്കൽ അഡ്രസ് ജനറേഷൻ വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ബസ് കൺട്രോൾ. ഇത്രയാണ് എന്ത് ബസ് ഇന്റർഫേസ് യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. നമുക്ക് അതർ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള എന്തൊക്കെയായിരുന്നു? എക്സിക്യൂഷൻ യൂണിറ്റ് ഉണ്ടായിരുന്നു, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ഫംഗ്ഷൻ നോക്കാം. വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമല്ലോ. അപ്പൊ എക്സിക്യൂഷൻ യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് എക്സിക്യൂഷൻ യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ കമ്പോണൻസ്, എക്സിക്യൂഷൻ യൂണിറ്റിന്റെ മെയിൻ കമ്പോണൻസ് ശ്രദ്ധിക്കുക. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ജനറൽ പർപ്പസ് രജിസ്റ്ററിൽ വരുന്നതാണ് ഏതൊക്കെ രജിസ്റ്റർ ആണ്? AX, BX, CX ആൻഡ് DX. ദെൻ പോയിന്റർ ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റർ, SP, BP, SI ആൻഡ് DI എന്ന് പറയുന്ന പോയിന്റർ രജിസ്റ്റർ. ദെൻ ഫ്ലാഗ് രജിസ്റ്റർ, കൺട്രോൾ സർക്യൂട്ടറി. ഇത്രയാണ് എന്ത് എക്സിക്യൂഷൻ യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി എക്സിക്യൂഷൻ യൂണിറ്റിന്റെ മെയിൻ ഫങ്ഷൻസ് നോക്കാം. ഈ ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് എക്സിക്യൂഷൻ യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നുണ്ട്, ഫ്ലാഗ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് എന്ത് എക്സിക്യൂഷൻ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്. അപ്പൊ എക്സിക്യൂഷൻ യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ജനറൽ പർപ്പസ് രജിസ്റ്റർ, പോയിന്റർ ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്, ഫ്ലാഗ് രജിസ്റ്റേഴ്സ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യുക, ദെൻ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക, ഫ്ലാഗ്സ് അപ്ഡേറ്റ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക. ഇത്രയാണ് എന്ത് എക്സിക്യൂഷൻ യൂണിറ്റിന്റെ ഫംഗ്ഷൻസ് വരുന്നത്. ഇനി അടുത്ത ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഇതാണ് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ALUന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? മാത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ALUന്റെ ഫംഗ്ഷൻസ് വരുന്ന മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ആൻഡ്, ഓർ, എക്സോർ ആൻഡ് നോട്ട്, ദെൻ കമ്പാരിസൺ. ഇത്രയുമാണ് എന്ത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിന്റെ ഫംഗ്ഷൻ വരുന്നത്. മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്താണ്? പെർഫോംസ് മാത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ്.
ഇനി കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റിന്റെ ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. പ്രോസസറിനുള്ളിലുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത് കൺട്രോൾ യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യും, കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യും, ദെൻ രജിസ്റ്റർ ALU ആൻഡ് മെമ്മറിയുടെ ഓപ്പറേഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുക, ദെൻ എക്സിക്യൂഷൻ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുക. ഇത്രയുമാണ് എന്ത് കൺട്രോൾ യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷനിലുള്ള ബാക്കി അതർ ഓപ്ഷൻസും അതിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ആൻഡ് ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ 8086 ജനറേറ്റ് ഫിസിക്കൽ അഡ്രസ്? ഈ തന്നിട്ടുള്ളതിൽ ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്ന ഏത് യൂണിറ്റ് ആണെന്ന്. അപ്പൊ നമുക്കിപ്പോ ക്ലിയർ ആയല്ലോ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. ബസ് ഇന്റർഫേസ് യൂണിറ്റ് ആണ് എന്ത് ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ the 8086 architecture is divided into 8086 ആർക്കിടെക്ചറിനെ എത്ര യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 2 യൂണിറ്റ്സ് ആണോ, 3 യൂണിറ്റ്സ് ആണോ, 4 യൂണിറ്റ്സ് ആണോ, 5 യൂണിറ്റ്സ് ആണോ? അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? the 8086 architecture is divided into എത്ര യൂണിറ്റ്സ് ആയിട്ടാണ് 8086 ആർക്കിടെക്ചറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. 2 യൂണിറ്റ് ആയിട്ടാണ് എന്ത് 8086 മൈക്രോ പ്രോസസറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ഒരു 2 യൂണിറ്റ്സ് എന്ന് നോക്കിക്കേ. 2 മെയിൻ യൂണിറ്റ്സ് വരുന്ന ബസ് ഇന്റർഫേസ് യൂണിറ്റ് ആണ് ആദ്യത്തേത്. ബസ് ഇന്റർഫേസ് യൂണിറ്റും ഉണ്ട്, എക്സിക്യൂഷൻ യൂണിറ്റും ഉണ്ട്. ബസ് ഇന്റർഫേസ് യൂണിറ്റിന്റെ ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുകയാണ് എന്ത് ബസ് ഇന്റർഫേസ് യൂണിറ്റിന്റെ ഫംഗ്ഷൻ. ദെൻ നമ്മുടെ എക്സിക്യൂഷൻ യൂണിറ്റ് എന്താണ്? ആ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്ത് എന്നാണ് എക്സിക്യൂഷൻ യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് 8086നെ 2 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 2 മെയിൻ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബസ് ഇന്റർഫേസ് യൂണിറ്റും വരുന്നുണ്ട്, എക്സിക്യൂഷൻ യൂണിറ്റും ഉണ്ട്. ബസ് ഇന്റർഫേസ് യൂണിറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യും, അവ എക്സിക്യൂട്ട് ചെയ്യുന്നത് എക്സിക്യൂഷൻ യൂണിറ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കടക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് രജിസ്റ്റർ ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ? അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. AX ആണോ, BX ആണോ, IP ആണോ, SP ആണോ? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, IP ആണ്. ഇൻഡെക്സ്ഡ് പോയിന്റർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ AX BX എന്നൊക്കെ പറയുന്നത് എന്താണ്? ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? IP ആണ്. ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇൻസ്ട്രക്ഷൻ പോയിന്ററിൽ എന്താണുള്ളത്? നമ്മുടെ കോഡ് സെഗ്മെന്റിലെ അടുത്ത ഇൻസ്ട്രക്ഷന്റെ ഓഫ്സെറ്റ് അഡ്രസ് എവിടെയാണുള്ളത്? ഇൻസ്ട്രക്ഷൻ പോയിന്ററിലാണ് വരുന്നത്. AX എന്ന് പറയുന്നതും BX എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണ്. AX എന്ന് പറയുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും BX മെമ്മറി അഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ദെൻ ഇൻഡെക്സ് പോയിന്റർ ആണ് എന്ത് നമ്മുടെ നെക്സ്റ്റ് കോഡ് സെഗ്മെന്റിലെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ ഓഫ്സെറ്റ് അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ ഇൻസ്ട്രക്ഷൻ പോയിന്റർ IP-യിലാണ്. ദെൻ അടുത്തത് വരുന്നത് എന്താണ്? സ്റ്റാക്ക് പോയിന്റർ SP ആണ്. പോയിന്റ്സ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്, അതാണ് അതിന്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്ന IP ആണ്, ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആണ്. ഇൻസ്ട്രക്ഷൻ പോയിന്ററിലാണ് നമ്മുടെ കോഡ് സെഗ്മെന്റിന്റെ അടുത്ത ഇൻസ്ട്രക്ഷന്റെ ഓഫ്സെറ്റ് അഡ്രസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലാഗ്സ് ഇൻ 8086. 8086ൽ എത്ര നമ്പർ ഓഫ് ഫ്ലാഗ്സ് ആണ് വരുന്നത്? കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ A 6, ഓപ്ഷൻ B 7, ഓപ്ഷൻ C 9 ആൻഡ് ഓപ്ഷൻ D 12. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലാഗ്സ് ഇൻ 8086. 8086ൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഫ്ലാഗ്സ് ഉണ്ട്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലാഗ്സ് ഇൻ 8086 എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 9 ഡിഫറെന്റ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ 8086ന് 9 ഡിഫറെന്റ് ഫ്ലാഗ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ക്യാരി ഫ്ലാഗ് ഉണ്ട്, പാരിറ്റി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി, സീറോ ഫ്ലാഗ്, സൈൻ, ട്രാപ്പ്, ഇന്ററപ്റ്റ്, ഡയറക്ഷൻ ആൻഡ് ഓവർഫ്ലോ. ഇത്രയാണ് എന്ത് 9 ഡിഫറെന്റ് ഫ്ലാഗ്സ് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. 8086 രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഫ്ലാഗ് രജിസ്റ്റർ 16 ബിറ്റ് ആണ്. അതിൽ 9 ബിറ്റ് ആണ് ഫ്ലാഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് 6 എണ്ണം എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഫ്ലാഗും 3 എണ്ണം എന്ന് പറയുന്നത് കൺട്രോൾ ഫ്ലാഗും ആണ്. 6 എണ്ണം ഏതൊക്കെയാണ് സ്റ്റാറ്റസ് ഫ്ലാഗ് എന്ന് നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് മൊത്തം 8086 ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. അതിൽ 9
ബിറ്റ് ആണ് നമ്മൾ ഫ്ലാഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലാഗ്സിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റസ് ഫ്ലാഗും ഉണ്ട്, കൺട്രോൾ ഫ്ലാഗും ഉണ്ട്. സ്റ്റാറ്റസ് ഫ്ലാഗ് 6 എണ്ണവും കൺട്രോൾ ഫ്ലാഗ് 3 എണ്ണമാണ് വരുന്നത്. ഈ സ്റ്റാറ്റസ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസിന്റെ റിസൾട്ടിനെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൺട്രോൾ ഫ്ലാഗ് 3 എണ്ണമാണ് ഉള്ളത്. നമ്മുടെ പ്രോസസ്സറിൽ ഡിഫറെന്റ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്താണ് കൺട്രോൾ ഫ്ലാഗ്സ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓരോ ഡിഫറെന്റ് ഫ്ലാഗ്സും നോക്കാം. നമുക്ക് സ്റ്റാറ്റസ് ഫ്ലാഗും നോക്കാം, കൺട്രോൾ ഫ്ലാഗും നോക്കാം. സ്റ്റാറ്റസ് ഫ്ലാഗ് 6 എണ്ണവും കൺട്രോൾ ഫ്ലാഗ് 3 എണ്ണമാണ് വരുന്നത്. അപ്പൊ സ്റ്റാറ്റസ് ഫ്ലാഗിൽ വരുന്ന 6 ഡിഫറെന്റ് ഫ്ലാഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാരി ഫ്ലാഗ് ഉണ്ട്, പാരിറ്റി ഫ്ലാഗ് ഉണ്ട്, ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഉണ്ട്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ് ആൻഡ് ഓവർഫ്ലോ ഫ്ലാഗ് വരുന്നുണ്ട്. ആദ്യത്തേത് ക്യാരി ഫ്ലാഗ് ആണ്. ക്യാരി ഫ്ലാഗ് എപ്പോഴാണ് 1 ആകുന്നത്? നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരി ജനറേറ്റ് ചെയ്യാണ്. അരിത്തമെറ്റിക് അഡീഷനോ സബ്ട്രാക്ഷനോ അവിടെ ക്യാരി അല്ലെങ്കിൽ ബോറോ നടക്കുന്ന സമയത്താണ് എന്ത് ക്യാരി ഫ്ലാഗ് സെറ്റ് ടു 1 ആകുന്നത്. ക്യാരി ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ക്യാരി ഫ്ലാഗ് വിൽ ബി 0. എപ്പോഴാണോ നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൽ ക്യാരി ജനറേറ്റഡ് ആവുന്ന അപ്പോൾ മാത്രമേ ക്യാരി ഫ്ലാഗ് വിൽ ബി സെറ്റ് ടു 1 ആവും. അതർവൈസ് ഇറ്റ് വിൽ ബി 0 ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? പാരിറ്റി ഫ്ലാഗ് ആണ്. പാരിറ്റി ഫ്ലാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസൾട്ടിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ടെന്നാണ് നോക്കുന്നത്. ഇപ്പൊ പാരിറ്റി ഫ്ലാഗ് ഈക്വൽ ടു 1 ആകുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ടിൽ ഈവൻ നമ്പർ ഓഫ് 1. അപ്പൊ നമ്മളിപ്പം റിസൾട്ട് 1 0 1 1 1 0 1 1 അപ്പൊ നമ്മുടെ റിസൾട്ടിൽ 1 2 3 4 ഈവൻ നമ്പർ ഓഫ് വൺസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ റിസൾട്ടിൽ ഈവൻ നമ്പർ ഓഫ് 1 ആണുള്ളെങ്കിൽ എന്താണ് പാരിറ്റി ഫ്ലാഗ് വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. അതർവൈസ് പാരിറ്റി ഫ്ലാഗ് വിൽ ബി ഈക്വൽ ടു 0 ആണ്. നമ്മുടെ റിസൾട്ട് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ടിലെ നമ്പർ ഓഫ് വൺസ് ബേസ് ചെയ്തിട്ടാണ് പാരിറ്റി ഫ്ലാഗ് വരുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് വിൽ ബി 1. അതർവൈസ് എന്താണ് പാരിറ്റി ഫ്ലാഗ് 0 ആയിരിക്കും. ഇനി വരുന്ന ഓക്സിലറി ക്യാരി ഫ്ലാഗ് ആണ്. ഓക്സിലറി ക്യാരി ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ചെയ്യാവുന്നതെന്ന് ചോദിച്ചാൽ ഈ ഓക്സിലറി ക്യാരി ഫ്ലാഗ് മെയിൻലി BCD അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴാണ് ഓക്സിലറി ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ 3rd ബിറ്റിൽ നിന്ന് 4 ബിറ്റിലോട്ട് ക്യാരി ജനറേറ്റ് ആകുവാണെങ്കിൽ, അതായത് ലോവർ നിബിളിൽ നിന്ന് ഹയർ നിബിളിലോട്ട് ക്യാരി ജനറേറ്റഡ് ആകുവാണെങ്കിൽ മാത്രമാണ് എന്ത് ഓക്സിലറി ക്യാരി ഫ്ലാഗ് 1 ആവുന്നത്. ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് ടു 1. അവിടെ ക്യാരി ജനറേറ്റ് ആകുന്നില്ല 3rd ബിറ്റിൽ നിന്ന് 4th ബിറ്റിലോട്ട്. അങ്ങനെ ക്യാരി ജനറേറ്റഡ് ആകുന്നില്ല എങ്കിൽ ഓക്സിലറി ക്യാരി ഫ്ലാഗ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി അടുത്ത വരുന്ന സീറോ ഫ്ലാഗ് ആണ്. നമ്മൾ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം നമ്മുടെ റിസൾട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സീറോ ഫ്ലാഗ് വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. റിസൾട്ട് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സീറോ ഫ്ലാഗ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പൊ സീറോ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ എന്താണ് സീറോ ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ടു 1 ആവുന്നത്? നമ്മുടെ പർട്ടിക്കുലർ ഓപ്പറേഷന്റെ റിസൾട്ട് 0 ആകുവാണെങ്കിൽ സീറോ ഫ്ലാഗ് വിൽ ബി ഈക്വൽ ടു 1. റിസൾട്ട് 0 അല്ല എങ്കിൽ സീറോ ഫ്ലാഗ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി അടുത്ത വരുന്ന സൈൻ ഫ്ലാഗ് ആണ്. സൈൻ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസൾട്ടന്റ് ഓപ്പറേഷന്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ, നമ്മുടെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ഫ്ലാഗ് will be 1 ആയിരിക്കും. റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ഫ്ലാഗ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി അടുത്ത ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തതിന് ശേഷം അരിത്തമെറ്റിക് ഓവർഫ്ലോ ഉണ്ടാവുമ്പോൾ, അതായത് നമ്മുടെ റിസൾട്ട് ഒരുപാട് വലുത്, അതിന്റെ കപ്പാസിറ്റി റിക്വയർഡ് കപ്പാസിറ്റിയെക്കാളും ഒരുപാട് വലുത് അല്ലെങ്കിൽ ഒരുപാട് ചെറുതാവുമ്പോഴാണ് എന്ത് ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ടു 1 ആവുന്നത്. അതർവൈസ് ഓവർഫ്ലോ ഫ്ലാഗ് എന്തായിരിക്കും 0 തന്നെ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടല്ലോ. നമ്മൾ 8086 എന്ന് പറയുമ്പോൾ 16 ബിറ്റ് ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്. അതിൽ 9 ബിറ്റാണ് ഫ്ലാഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റസ് ഫ്ലാഗ് 6 എണ്ണോ കൺട്രോൾ ഫ്ലാഗ് 3 എണ്ണോ. ആ സ്റ്റാറ്റസ് ഫ്ലാഗിൽ 6 എണ്ണോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കൺട്രോൾ ഫ്ലാഗ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. കൺട്രോൾ ഫ്ലാഗിൽ വരുന്നതാണ് ട്രാപ്പ് ഫ്ലാഗ്, ഇന്ററപ്റ്റ് ഫ്ലാഗ് ആൻഡ് ഡയറക്ഷൻ ഫ്ലാഗ്. ഈ ട്രാപ്പ് ഫ്ലാഗ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡീബക്കിംഗ് നടക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഫ്ലാഗ് ആണ് എന്ത് ട്രാപ്പ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഈ ട്രാപ്പ് ഫ്ലാഗ് ഈക്വൽ ടു 1 ആകുകയാണെങ്കിൽ പ്രോസസർ അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്താണ് ഒരു ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ എന്താണ് ട്രാപ്പ് ഫ്ലാഗ് വരുന്നത്? ട്രാപ്പ് ഫ്ലാഗ് ഡീബക്കിംഗ് സമയത്താണ് ആ ഒരു ട്രാപ്പ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ട്രാപ്പ് ഫ്ലാഗ് ഈക്വൽ ടു 1 ആകുക
ആകുവാണെങ്കിൽ പ്രോസസ്സർ അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതിനുശേഷം എന്താണ്, ഒരു ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യും. ഇനി അടുത്ത ഇന്ററപ്റ്റ് ഫ്ലാഗ് ആണ്. ഇന്ററപ്റ്റ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഇന്ററപ്റ്റ് ഫ്ലാഗ് നമുക്ക് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് സ്വീകരിക്കണോ വേണ്ടയോ. ഇന്ററപ്റ്റ് ഫ്ലാഗ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ്റ്റേണൽ ഇന്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യും. ഇന്ററപ്റ്റ് ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ്റ്റേണൽ ഇന്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇനി അടുത്ത ഡയറക്ഷൻ ഫ്ലാഗ് ആണ്. നമ്മുടെ സ്ട്രിംഗ് ഓപ്പറേഷന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് ഡയറക്ഷൻ ഫ്ലാഗിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഫ്ലാഗ് യൂസ്ഡ് ഫോർ സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ്. അപ്പൊ നമ്മൾ 9 ഡിഫറെന്റ് ഫ്ലാഗും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ പറയാൻ പറ്റും. ദ ഫ്ലാഗ് യൂസ്ഡ് ഫോർ സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ്. സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്ലാഗ് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ട്രാപ്പ് ഫ്ലാഗ് ആണ് എന്ത് സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്ലാഗ് ആണ് ട്രാപ്പ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ട്രാപ്പ് ഫ്ലാഗ് ഈക്വൽ ടു 1 വന്ന അറ്റ് എ ടൈം എന്താണ്, ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. വിച്ച് ഫ്ലാഗ് ഇൻഡിക്കേറ്റ്സ് സൈൻഡ് അരിത്തമെറ്റിക് ഓവർഫ്ലോ. അപ്പൊ ഇതിൽ ഏത് ഫ്ലാഗ് ആണ് തന്നിട്ടുള്ളതിൽ ഏത് ഫ്ലാഗ് ആണ് ഓവർഫ്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്യാരി ഫ്ലാഗ് ആണോ, ഓവർഫ്ലോ ഫ്ലാഗ് ആണോ, സീറോ ഫ്ലാഗ് ആണോ, ഡയറക്ഷൻ ഫ്ലാഗ് ആണോ? അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഓവർഫ്ലോ ഫ്ലാഗ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അത് നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പൊ നമ്മുടെ രജിസ്റ്റർ കപ്പാസിറ്റിനെ എക്സീഡ് ചെയ്തുകൊണ്ട് ടു ലാർജ് അല്ലെങ്കിൽ ടു സ്മോൾ റിസൾട്ട് വരുന്ന സമയത്ത് ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ടു 1 വരുന്ന. അതർവൈസ് ഓവർഫ്ലോ ഫ്ലാഗ് എന്തായിരിക്കും, 0 സെറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ദ ഫ്ലാഗ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് റിസൾട്ട് ഈസ് 0. ഈ തന്നിട്ടുള്ളതിൽ നമുക്ക് കിട്ടിയ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആകുവാണെങ്കിൽ ഏത് ഫ്ലാഗ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്യാരി ഫ്ലാഗ് ആണോ, സീറോ ഫ്ലാഗ് ആണോ, സൈൻ ഫ്ലാഗ് ആണോ, ഓവർഫ്ലോ ഫ്ലാഗ് ആണോ? അതും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മളൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സീറോ ഫ്ലാഗ് വിൽ ബി സെറ്റ് ടു 1, അതർവൈസ് സീറോ ഫ്ലാഗ് വിൽ ബി സെറ്റ് ടു 0 എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സീറോ ഫ്ലാഗ് ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഇന്ററപ്റ്റ് പിൻ യൂസ്ഡ് ഫോർ മാസ്കബിൾ ഇന്ററപ്റ്റീസ്. മാസ്കബിൾ ഇന്ററപ്റ്റ് യൂസ് ചെയ്യുന്ന ഇന്ററപ്റ്റ് പിന്ന് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിലെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണോ, INTR ആണോ, ടെസ്റ്റ് ആണോ, ഹോൾഡ് ആണോ എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇന്ററപ്റ്റ് റിക്വസ്റ്റ് പിൻ INTR ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് മാസ്കബിൾ ഇന്ററപ്റ്റിന് യൂസ് ചെയ്യുന്ന പിൻ ഏതാണെന്ന് ചോദിച്ചാൽ INTR ആണ് മാസ്കബിൾ ഇന്ററപ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഡിസേബിൾ ചെയ്യാൻ പറ്റാത്ത ഇന്ററപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ഇന്ററപ്റ്റ് ദാറ്റ് കനോട്ട് ബി ഡിസേബിൾഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്. നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഡിസേബിൾ ചെയ്യാൻ പറ്റാത്ത ഇന്ററപ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി NMI നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് രജിസ്റ്റർ പെയർ ഈസ് യൂസ്ഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ റിസൾട്ട്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ റിസൾട്ടിന് യൂസ് ചെയ്യുന്ന രജിസ്റ്റർ പെയർ ഏതെന്നാണ്? ഓപ്ഷൻ എ AXBX, ഓപ്ഷൻ ബി AXDX, ഓപ്ഷൻ സി CXDX, ഓപ്ഷൻ ഡി BXDX. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി AXDX ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന ലോവർ 16 ബിറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന AX-ലും ഹയർ 16 ബിറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന DX-ലും ആണ്. ഡിവിഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് കോഷ്യന്റ് സ്റ്റോർ ചെയ്യുന്ന AX-ലും റിമൈൻഡർ സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ് DX-ലും ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 13ാമത്തെ which instruction transfer data between registers. രജിസ്റ്റേഴ്സിൽ ഏത് ഇൻസ്ട്രക്ഷൻസ് ആണ് ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ which instruction transfer data between register. ഇതിൽ ഏത് ഇൻസ്ട്രക്ഷൻസ് ആണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിറ്റ്വീൻ രജിസ്റ്റേഴ്സ്? ഏതാണ്? മൂവ് ഇൻസ്ട്രക്ഷൻ ആണോ, ആഡ് ആണോ, സബ്ട്രാക്ട് ആണോ, കമ്പയർ ആണോ? കറക്റ്റ് വരുന്ന മൂവ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഡേറ്റ രജിസ്റ്ററിലും മെമ്മറി ലൊക്കേഷൻസിലും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ മൂവ് ആണ്. ഇനി അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് അഡ്രസ് ലൈൻ ഇൻ 8086. 8086 എത്ര നമ്പർ ഓഫ് അഡ്രസ് ലൈൻ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി 20 ആണ്. 20 അഡ്രസ് ലൈനും മാക്സിമം മെമ്മറി എത്രയാണ്? 1 MB ആണ്.
ഇനി അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ സിഗ്നൽ യൂസ്ഡ് ടു ലാച്ച് അഡ്രസ് ഫ്രം മൾട്ടിപ്ലക്സ്ഡ് ബസ് ഈസ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ALE ആണോ, RD ആണോ, WR ആണോ, INTR ആണോ? ദ സിഗ്നൽ യൂസ്ഡ് ടു ലാച്ച് അഡ്രസ് ഫ്രം എ മൾട്ടിപ്ലക്സ്ഡ് ബസ്. മൾട്ടിപ്ലക്സ്ഡ് ബസ് എന്ന് പറയുമ്പോൾ ആ ബസ്സിൽ അറ്റ് എ ടൈം അഡ്രസ്സും ഫ്ലോ ചെയ്യും, എന്താണ് ഡേറ്റയും ഫ്ലോ ചെയ്യും. അപ്പൊ അഡ്രസ് ഫ്ലോ ചെയ്തതിന് ശേഷമാണ് ഡേറ്റ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടെമ്പററി ആയിട്ട് എന്താണ് അഡ്രസ്സിന് സ്റ്റോർ ചെയ്യണം. അപ്പം ഏത് സിഗ്നലാണ് ടെമ്പററി ആയിട്ട് അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്നത്? ALE ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ A, ALE. അഡ്രസ് ലാച്ച് എനേബിൾ ആണ് നമ്മുടെ എന്താണ് നമ്മുടെ അഡ്രസ്സിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് 8086 മൈക്രോ പ്രോസസ്സറുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട MCQ ആണ് ഈ വീഡിയോയിൽ നോക്കിയത്. അപ്പം വരും സെക്ഷനിൽ നമുക്ക് ബാക്കി എല്ലാ മൊഡ്യൂൾസിന്റെയും ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ഡിസ്കഷൻ ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് നമ്മളൊരു എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് ബാച്ച് ടെക് PCയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെക് PCയുടെ ആപ്പ് ത്രൂ ഡയറക്റ്റ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ടെക് PCയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മൾ കംപ്ലീറ്റ് സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻ തരും. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ് കിട്ടും. ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ യൂട്യൂബിൽ ഇടുന്ന ക്ലാസ്സസിന്റെ നോട്ട്സ് ആക്സസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ടെലിഗ്രാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.